പില്യൺ വെച്ചിട്ട് ടൂർ ചെയ്യാൻ അല്ലെങ്കിൽ പില്യൺ വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നത് മറ്റേതൊരു 155cc മോട്ടോർ സൈക്കിളാണ്, ഇതൊരു 248cc മോട്ടോർ സൈക്കിളാണ്. ഏത് രീതിയിലാണ് ഇതിന്റെ പവറിനെ കമ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങളൊരു 125cc കമ്പ്യൂട്ടർ എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന റൈഡ് ഫീൽ എന്താണ്, ഇത് തമ്മിൽ ഡിഫറൻറ്റ്. ഹലോ യൂട്യൂബ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്നത് ഡ്യൂക്ക് 250 ആണ്. നമ്മുടെ MT-15നെയും നമ്മുടെ ഡ്യൂക്ക് 250 വെച്ചൊരു കമ്പാരിസൺ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, ഒരുപാട് മീൻസ് ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കുട്ടി ചാനലാണ്. സോ ഒരു 2-3-4 ആൾക്കാരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു ഡൗട്ട് ഉള്ളതുപോലെ ഫീൽ ചെയ്തു. സോ അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എനിക്കറിയാം ഇതൊരു 155cc വേഴ്സസ് 250cc ആണ്, 100cc ഡിഫറൻസ് ഉണ്ട്. ഏത് രീതിയിലുള്ള ഒരു കമ്പാരിസൺ ആണെന്നൊക്കെ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ യെസ്, അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെയൊരു ഡൗട്ട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. സോ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഈ ഒരു വീഡിയോ ഒരുപാട് സ്പെസിഫിക്കേഷൻ വെച്ചിട്ടല്ല കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഒരു സ്പെക് ഷീറ്റിലുള്ള ഒരുപാട് നമ്പേഴ്സൊക്കെ വെച്ചിട്ട് ഇത്രത്തോളം പവർ ജനറേറ്റ് ചെയ്യും ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്, ആ ഒരു സംഭവമല്ല നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ റൈഡ് ഫീലാണ്. ഇത് റൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് വഴിക്കിലും ഞാൻ അത്യാവശ്യമൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത്യാവശ്യം ലോങ് ഒക്കെ ഓടിയിട്ടുണ്ട്. ഒരു 2 വണ്ടിയിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൂറൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് കിട്ടുന്ന റൈഡ് ഫീൽ എന്താണ്, ഇത് തമ്മിൽ ഡിഫറൻറ്റ്. ഓ കൊള്ളാലോ, ഒരു 650 വന്നു കേട്ടോ. ഹൈ, സൂപ്പർ ബൈക്സ് കാണുമ്പോൾ എത്ര കണ്ടതാണെന്ന് പറഞ്ഞാലും ഒന്ന് പോയി കാണാനൊക്കെ തോന്നും. ആഹാ, കവാസാക്കിയുടെ ഗ്രീൻ പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷൻ. ഓക്കെ, നമുക്ക് ഏതായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. സോ നമ്മൾ പറഞ്ഞു വന്നത് രണ്ടിൻ്റെയും റൈഡ് ഫീൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ രണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഫീഡ്ബാക്കിനെ കുറിച്ച്, ഇതിൻ്റെ എക്സ്പെൻസ് എന്തൊക്കെയാണ്, ഇത് എത്രത്തോളം കംഫർട്ടബിളാണ്, ടൂർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാനായിട്ട് പോകുന്നത്, പില്യൺ വെച്ചിട്ട് പോകാനാണെങ്കിൽ ഏത് ബൈക്കാണ് ബെറ്റർ ആയിരിക്കുക, പോക്കറ്റ് ഫ്രണ്ട്ലി ആണോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പറ്റുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് നൈസായിട്ട് നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രം ദ ലുക്സ്, ഈ ലുക്സിനെ വെച്ചിട്ട് ഞാൻ ഒരുപാടൊന്നും കമ്പയർ ആയിട്ട് പോകുന്നില്ല. അത് ടോട്ടലി നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. MT-15 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കുട്ടി ബൈക്കാണ്. എന്താ പറയുക, അതിനെ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി സാധനം, പക്ഷേ അത് ഭയങ്കര പവർഫുള്ളാണ്. ആ ഒരു ഫീലാണ്. അത് നമുക്ക് അവൻ്റെ ആ ഒരു കണ്ണൊക്കെ കണ്ട, ഐ മീൻ ആ ഒരു DRലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഫേസിൽ തന്നെ അത് കിടപ്പുണ്ട്. ഒരു കുട്ടി ബൈക്കാണ് കാണാനൊക്കെ. MT-15 ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുട്ടിയാണ്. ആ ഒരു ഹെഡ് സെക്ഷനൊക്കെ ഭയങ്കര ചെറുതാണ്. പക്ഷേ അതിനൊരു ക്രൂരതയുണ്ട്. ഓക്കെ, 155cc ആണ്, ഞാൻ കുട്ടിയാണെന്ന് കരുതിയിട്ട് തലയിൽ കയറാൻ നിൽക്കരുത് എന്ന് പറയുന്ന ഒരു ബൈക്കാണത്. 2020 മോഡലിനകത്ത് ഈ ഒരു ഹെഡ് ലാമ്പ് വന്നതിന് ശേഷം ഇതിൻ്റെ സെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. യെസ്, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇപ്പോൾ അവരെ കാണാൻ ട്വിൻസിനെ പോലെയാണ്. ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ KTM ഇവനെ പോലെ തന്നെ, അതായത് കാണാൻ ഇവനെ പോലെ ആണെങ്കിൽ നമ്മുടെ KTM ഒരുമാതിരി പരലോകത്തേക്കുള്ള പ്രൈവറ്റ് ജെറ്റ് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, 390 ഡ്യൂക്ക് 390. ആ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് ഇവനും വരുന്നത്. സോ അതിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അത്രയും പവർ വേണ്ടാത്ത ആൾക്കാരൊക്കെ നേരെ ഇതിലേക്ക് ക്ലൈംബ് ചെയ്ത് വരും. ആൻഡ് ഇതിൻ്റെ ലുക്സിനെ കുറിച്ച് യാതൊന്നും പറയാനില്ല. സിംഗിൾ സിലിണ്ടർ നെയ്ക്കഡ് മോട്ടോർ സൈക്കിൾസിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ലുക്സിൻ്റെ കാര്യത്തിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന 2 മോട്ടോർ സൈക്കിൾസ് തന്നെയാണ് ഇവർ രണ്ടുപേരെന്ന് പറയുന്നത്. ബിൽ ക്വാളിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇവൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റിയാണ്. ഒരു മെറ്റൽ ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഒരു കുഴപ്പമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു പീസായാലും ഒക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ MT-15ലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ ചില ഭാഗങ്ങളിൽ ഒരു ചീപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക് പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഓവറോൾ ബിൽഡ് എന്ന് പറയുന്നത് ഒരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. MT-15നകത്ത് നമുക്കൊരു ഹലോജൻ ഇൻഡിക്കേറ്റർ സെറ്റപ്പാണ് വരുന്നത്. ഇതിനകത്ത് നമുക്കൊരു LED ഇൻഡിക്കേറ്റർ, ഇത് കംപ്ലീറ്റ് LED സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ 2 ഇൻഡിക്കേറ്റേഴ്സിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സ് പെട്ടെന്ന് പൊട്ടിപ്പോകും. യെസ്, ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ MT-15ലായാലും ഇതിനായാലും കുറച്ച് സ്ട്രെങ്ത് കുറവാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. ഫ്രണ്ട് സെക്ഷനിൽ അങ്ങനെ ആരും തട്ടാനും മുട്ടാനൊന്നും വരത്തില്ല. പക്ഷേ ഇതിനൊരു ടൈലുണ്ട്. ഇത് ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു ടൈൽ, ഇത് ടൈൽ ടൈഡ് ചെയ്തേക്കുന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ ടൈൽ ഇത്രത്തോളം വരും. ആ ഒരു സമയത്തൊക്കെ ഇത് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കാല് തട്ടിയിട്ടൊക്കെ പൊട്ടിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ MT-15ലും കാണാറുണ്ട്. സോ ബിൽ ക്വാളിറ്റി വൈസ് അതൊക്കെ തന്നെയാണ്. രണ്ടും ഓവറോൾ ഒരു ബിൽ ക്വാളിറ്റി നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ ഏതായാലും നമുക്ക് റൈഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ബിക്കോസ് ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ തലപ്പാടി ടോൾ ഗേറ്റ് ആ ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ അങ്ങോട്ടേക്ക് നല്ല 4 ലൈൻ ഹൈവേ ആണ്. നമുക്ക് ഏതായാലും റൈഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഈ 2 ബൈക്കിൻ്റെയും ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് അങ്ങോട്ടേക്ക് കമ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് ഏത് ബൈക്കാണ് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഒരിക്കലും ഈ ഒരു കമ്പാരിസൺ വീഡിയോ കണ്ടിട്ട് മാത്രം ചൂസ് ചെയ്യാതിരിക്കുക. ഇത് കണ്ടതിന് ശേഷം ഒരു ടെസ്റ്റ് റൈഡൊക്കെ എടുത്ത് നോക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, എപ്പോഴും എടുക്കുന്ന സമയത്ത് ഒരു ലോങ് ടെസ്റ്റ് റൈഡൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കംഫർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു 2 ബൈക്കിൽ ഇരിക്കുന്ന രീതി എന്ന് വെച്ചാൽ രണ്ടും നേക്കഡ് ബൈക്സ് ആണ്. സോ നമുക്ക് കുറച്ചൊരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് അവൈലബിൾ ആവുന്നത്. ചെറുതായിട്ട് ഫ്രണ്ടിലേക്ക് ഒരു ലീൻ ഉണ്ട്. ഒരു സ്പോർട്സ്
സ്പോർട്ടി ഫീലൊക്കെ തരും. അതായത് ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ, ഒരു സ്പോർട്ടി ക്യാരക്ടറുള്ള ബൈക്ക്, ആ ഒരു രീതിയിലുള്ള ഒരു ബൈക്കിന് എങ്ങനെയുള്ള ഒരു റൈഡിങ് പൊസിഷനാണോ വേണ്ടത്, സോ ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു ബാക്ക് പെയിൻ പോലൊരു ഇഷ്യൂ ഒന്നും നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നില്ല. അപ്പർ ബോഡി ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇനിയിപ്പോൾ ലോ ബോഡി, അതായത് നമ്മുടെ ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഡ്യൂക്ക് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് ഒരു അഗ്രസീവായിട്ട് ഫീൽ ചെയ്യും. അതായത് കുറച്ചുകൂടി റയർ സെറ്റ് ഫുഡ് പാക്കാണ് നമ്മുടെ ഡ്യൂക്കിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു അപ്പർ ബോഡി ആൻഡ് കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലോ ബോഡി സെറ്റപ്പ്, ആ ഒരു രീതിയിലാണ് നമ്മുടെ ഡ്യൂക്ക് ഓടിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ MT-15 കേസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് പാക്ക് പൊസിഷൻ ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റയർ സെറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് MT-15 ഇതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് അങ്ങോട്ടേക്ക് ഫോർവേഡ് സെറ്റ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അതിനൊരു സ്പോർട്ടി നേച്ചർ ഉണ്ട്. ഒരാൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, ഒരാൾ തീരെ കംഫർട്ട് തരത്തില്ല, അങ്ങനെയൊന്നുമില്ല. രണ്ടും അത്യാവശ്യം കംഫർട്ടൊക്കെ തരുന്നുണ്ട്. രണ്ടിൻ്റെയും പൊസിഷന് അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് അതിലേത് ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ സീറ്റ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ രണ്ടിനകത്തും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരുപാട് കംഫർട്ടൊന്നും തരുന്നില്ല, എങ്കിലും ഓടിച്ചുകൊണ്ട് നടക്കും, അത്രേ പറയുന്നുള്ളൂ. MT ഇതിനെ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ഹാർഡ്നെസ് കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനകത്തൊരു സ്പ്ലിറ്റ് സീറ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ MT-15 സിംഗിൾ സീറ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്കൊരു പില്യൺ വെച്ചിട്ട് ടൂർ ചെയ്യാൻ അല്ലെങ്കിൽ പില്യൺ വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഡ്യൂക്ക് 250 തന്നെയായിരിക്കും. ബിക്കോസ് ഇതിനകത്ത് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഒന്ന് പ്രാക്ടിക്കലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഗ്രാബ് റെയിലായാലും ഭയങ്കര പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ MT-15 ഗ്രാബ് റെയിൽ ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അത് അത്യാവശ്യം കാണാനൊക്കെ നല്ല സൈസൊക്കെ ഉണ്ടെങ്കിലും അതിനകത്തേക്ക് നമുക്ക് അങ്ങോട്ടേക്കുള്ള റീച്ച്, അതായത് പില്യൺ അതിലേക്ക് പിടിച്ചിരിക്കാനുള്ള റീച്ച് അത്രത്തോളം അങ്ങോട്ടേക്ക് പ്രാക്ടിക്കലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് അങ്ങോട്ടേക്ക് ഒരു കുനിഞ്ഞിരുന്ന് പിടിക്കുന്ന പോലെയുള്ള ഒരു ഗ്രാബ് റെയിലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് അത്രത്തോളം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പില്യൺ സീറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ പില്യൻ്റെ പൃഷ്ഠം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കണം എന്നൊക്കെ വെച്ചാലും അതിനകത്ത് അത്രത്തോളം സ്പേസ് ഒന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. അത്യാവശ്യം ഹാർഡാണ്. ഓക്കെ, പില്യൺ സീറ്റ് അത്യാവശ്യം ഹാർഡാണ്. കമ്പാരിറ്റീവ്ലി അതിനേക്കാൾ കുറച്ചുകൂടി ഒരു കുഷനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സീറ്റായിട്ട് ഇതിനെ ഫീൽ ചെയ്യുന്നുണ്ട്. പില്യനും കുറച്ചൊന്ന് സ്പേസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ പില്യൺ കംഫർട്ടിനെ കുറിച്ച് അത്രത്തോളം ബോധഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂക്ക് 250 ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പവറിനെ കുറിച്ച് സംസാരിക്കും. മറ്റേതൊരു 155cc മോട്ടോർ സൈക്കിളാണ്, ഇതൊരു 248cc മോട്ടോർ സൈക്കിളാണ്. ഏത് രീതിയിലാണ് ഇതിൻ്റെ പവറിനെ കമ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, അതായത് രണ്ടിനും പവർ ഉണ്ട്, പക്ഷേ പവർ ഡെലിവറിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. MT-15 എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പവറിംഗ് ഒക്കെയാണ്. അതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഏതായാലും നമ്മുടെ ഗിയറിങ്ങിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പവറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ MT-15 ഒരു പവർ ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ ബോട്ടം എൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രീക്കിംഗ് പവർ ഡെലിവറി, അങ്ങനെ വേണം പറയാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടേക്ക് പൊളിച്ച് നടക്കാനുള്ള ഒരു ബോട്ടം എൻഡ് ആ ഒരു ബൈക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് സിറ്റിയിൽ അങ്ങോട്ടേക്ക് ഫ്ലിക്ക് ചെയ്ത് നടക്കാനായാലും ഭയങ്കര ടോർക്കി ആയിട്ടുള്ള ഒരു ഫീലൊക്കെ നമുക്ക് ആ ഒരു ബൈക്ക് വരും. മിഡ് റേഞ്ച് എത്തുമ്പോഴേക്കും MT-15 അങ്ങോട്ടേക്ക് എന്താ പറയുക, വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എൻഗേജിംഗ് ഒന്നും അല്ല എന്നുള്ള രീതിയിലേക്ക് മാറും. അറ്റ് ദ സെയിം ടൈം നമ്മൾ അങ്ങോട്ടേക്ക് ഹൈ എൻഡിലേക്ക് എത്തുന്ന സമയത്ത് അതിനകത്തുള്ള VVI ടെക്നോളജി കാരണം അത് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് എൻഗേജിങ് ആവും, കുറച്ചുകൂടി ഒരു ഫണ്ണൊക്കെ തന്നു തുടങ്ങും. സോ നമുക്ക് ആ ഒരു പവർ ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ചുകൂടി ഒരു സിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ഫണ്ണൊക്കെ തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ആയിട്ടാണ് അതിനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഡ്യൂക്ക് 250 കേസ് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ MT-15 വെച്ച് നോക്കുവാണെങ്കിൽ അത്രത്തോളം പഞ്ചി ആയിട്ടുള്ള ഒരു ബോട്ടം എൻഡ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കില്ല. മിഡ് റേഞ്ച് ആയാലും ഒരുപാട് പഞ്ചൊന്നും തരുന്നില്ല. പക്ഷേ ഇവൻ്റെ ടോപ്പ് സ്പീഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹയർ റവർ റേഞ്ചസിലേക്ക് എത്തുന്ന സമയത്ത് ഇവൻ്റെ ആ ഒരു മടിയൻ ക്യാരക്ടർ കംപ്ലീറ്റ്ലി അങ്ങോട്ടേക്ക് പോയിട്ട് ഇവനൊരു ടിപ്പിക്കൽ KTM ആയിട്ട് മാറും. ആ ഒരു KTMൻ്റെ ജീൻ നമുക്ക് ആ സമയത്ത് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഭയങ്കര പവർഫുള്ളാണ്. സോ എൻ്റെ ഒരു കൺക്ലൂഷൻ, അതായത് പവറിൻ്റെ കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ MT-15 എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു സിറ്റീസിൽ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ബൈക്കിലേക്ക് വരുന്ന സമയത്ത് ഹൈവേസിലൊക്കെ ഹൈ സ്പീഡ്സിലൊക്കെ ടൂർ ചെയ്യാൻ പോകുന്ന ആൾക്കാരെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കായിരിക്കും കുറച്ചുകൂടി അങ്ങോട്ടേക്ക് ഫൺ തരാനായിട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട് ആയാലും ഒരു 120 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ടേക്ക് ക്രൂസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ആൻഡ് ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടേക്ക് പാളി പോകുന്ന രീതിയിലൊരു പവർ ഡെലിവറി ഒന്നുമില്ല. കുറച്ചുകൂടി ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് രണ്ട് മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ഹൈറ്റും വെയിറ്റും ഒന്നും ഒരുപാട് ബോധേഡായിട്ട് ഈ ഒരു ബൈക്കിനെ അങ്ങോട്ടേക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിലേക്ക് വരാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനെ ടൂറിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി ഈ ഒരു ബൈക്കിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലഗേജ് ഒക്കെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയൊരു ഓപ്പൺ റോഡ്
അത് അത്യാവശ്യം നല്ലൊരു ഓപ്പൺ റോഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് ഇതിൻ്റെ ലഗേജ് ക്യാരിങ് കപ്പാസിറ്റിയെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഡ്യൂക്ക് 250 അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലഗേജ് ഒക്കെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഫ്രണ്ടിൽ ഒരു ടാങ്ക് ബാഗ് ഒക്കെ വെക്കാനുള്ള ഒരു പ്രൊവിഷനൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് റയർ സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ലഗേജ് റാക്ക് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുപാട് ടൂറിങ് ആക്സസറീസ് ഈ ഒരു ബൈക്കിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. സോ അതിനകത്ത് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡ് ഭയങ്കര പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഒരു പില്ലിയൻ വെച്ചിട്ട് നമുക്ക് ടൂർ ചെയ്യാം. ഒരു ലഗേജ് റാക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലേക്ക് റാക്ക് സെറ്റ് ചെയ്ത് അവിടെ ലഗേജും ബാക്കിൽ നമുക്കൊരു പില്ലിയൻ വെച്ചിട്ട് ടൂർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നമുക്ക് നല്ലൊരു സീറ്റും ഒരു ഗ്രാബ് റെയിലും ഉള്ളത് കാരണം ആ ഒരു സീറ്റിൻ്റെ മേളിൽ നമുക്ക് ലഗേജ് വെച്ചിട്ട് ടൈ ചെയ്ത് സോളോ ടൂറിംഗ് ആയാലും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ MT-15 കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഹാൻഡിൽ ബാർ ടു റൈഡർ ആ ഒരു ഡിസ്റ്റൻസ് ഭയങ്കര ചെറുതാണ്. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ടാങ്കാണ്. അതിൻ്റെ മേളിൽ ഒരു ബാഗ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ചെറിയൊരു പ്ലേറ്റ് പോലൊരു സെറ്റപ്പ്, അതായത് ഒരു ലഗേജ് ഒക്കെ വെച്ച് നമുക്ക് ടൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേറ്റ് പോലത്തെ സെറ്റപ്പ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് അവൈലബിൾ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പില്ലിയൻ വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബാഗോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഇതിനകത്താണ് കുറച്ചുകൂടി ഒരു ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി ആയാലും അല്ലെങ്കിൽ പില്ലിയനെ വെച്ചിട്ട് ടൂർ ചെയ്യാനുള്ള കംഫർട്ട് ആയാലും കമ്പാരിറ്റീവ്ലി ഈ ഒരു ബൈക്കിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഇതിനകത്ത് 153 mm അങ്ങനെ എന്താണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. MT-15 നമുക്ക് 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഒരു ഹാർഡർ സസ്പെൻഷനും കൂടി വരുന്ന സമയത്ത് അതിനകത്ത് അടി തട്ടുന്ന രീതിയിലുള്ള ഒരു പേടിയും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല. അത്യാവശ്യം വലിയൊരു ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് ചെറിയൊരു പേടി മനസ്സിൽ വരാറുണ്ട്. അതായത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്ലോ ആയിട്ട് എടുത്തില്ലെങ്കിൽ അടി തട്ടി പോവും എന്നുള്ളൊരു പേടി. പക്ഷേ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ ഈ ഒരു ബൈക്കിനകത്ത് ഒരുപാട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ബിക്കോസ് എനിക്കിതുവരെ അടിയിടിക്കുന്ന രീതിയിലുള്ള ഇൻസിഡൻ്റ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഏതാണ്ട് ഒരു 250 kilometers ഓടിച്ചിട്ടുണ്ട്. ഇത്രയും സമയമായിട്ട് ഒരുപാട് ഹമ്പി ആയിട്ടുണ്ടെങ്കിലും ഇതുവരെ അടിയിടിക്കുന്ന ഇഷ്യൂസ് ഒന്നും ഇല്ല. ഗിയർ ഷിഫ്റ്റിൻ്റെ കേസ് ആയാലും മറ്റേതൊരു ടിപ്പിക്കൽ യാമഹ ഗിയർ ബോക്സ്, ഇതൊരു ടിപ്പിക്കൽ KTM ഗിയർ ബോക്സ്. രണ്ടിൻ്റെതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. നെഗറ്റീവ് സൈഡൊന്നും പറയാനായിട്ടില്ല. ഡ്യൂക്ക് 250 ക്ലച്ച് എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക ഒരു മോഡറേറ്റ്ലി ടൈറ്റർ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ സംസാരിക്കും. കുറച്ചൊക്കെ സോഫ്റ്റ് ആണ്. MT-15 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടിനും സ്ലിപ്പർ ക്ലച്ച് ഉണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലച്ച് ഫീൽ വരുന്നത് നമ്മുടെ MT-15 ആണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് 3 ഗിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ MT-15 അങ്ങനെയല്ല. നമ്മൾ എല്ലാ ഗിയേഴ്സും അങ്ങോട്ടേക്ക് റിങ് ചെയ്ത് പിടിക്കുന്ന ഒരു ഫീലാണ്. ആൻഡ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ റേഷ്യോസ് ആയാലും MT-15 ഗിയർ റേഷ്യോസ് ആണ് കുറച്ചുകൂടി ഒരു സിറ്റി ഫ്രണ്ട്ലി അല്ലെങ്കിൽ സിറ്റി ഫോക്കസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് MT-15 ആണ്. അതിൻ്റെ റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ബോട്ടം ആൻഡ് ടോർക്ക് ഒരുപാടൊന്നും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് ടോളർ ഗിയേഴ്സിനകത്ത് നമുക്ക് ഒരുപാട് സ്ലോ സ്പീഡ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ സിറ്റീസിലൊക്കെ സ്ലോ സ്പീഡ്സ് അല്ലെങ്കിൽ ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ഈ ഒരു ബൈക്കിനകത്ത് ആവശ്യം വരും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ MT-15 പോകുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഒരു 6th ഗിയറിൽ 35-40 റേഞ്ചസിലൊക്കെ നൈസായിട്ട് ക്രൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് സിറ്റീസിലൊക്കെ ഒരുപാട് ഗിയർ ഷിഫ്റ്റ് ഒന്നും ചെയ്യാതെ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ MT-15 തന്നെയാണ്. ഇനിയിപ്പോൾ ഇവന്മാരുടെ ബ്രേക്സിൻ്റെ ഒരു കമ്പാരിസൺ ഒക്കെ നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ MT-15 കുറച്ചുകൂടി ഒരു വലിയ ഡിസ്ക് കൂടി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു 310 mm ഫ്രണ്ട് ഡിസ്കും ബാക്കിലും എനിക്ക് തോന്നുന്നു ഒരു 220 mm റയർ ഡിസ്കോ അങ്ങനെ എന്താണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ MT-15 പോകുന്ന സമയത്ത് ഒരു 282 mm ഫ്രണ്ട് ഡിസ്ക്കാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. രണ്ടിനും ഡ്യുവൽ ചാനൽ ABS അവൈലബിൾ ആണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് സൂപ്പർ മോട്ടോ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതായത് നമ്മുടെ ഡ്യൂക്ക് 250 റയറിൽ ABS ഓഫ് ചെയ്തിടാനായിട്ട് സാധിക്കും. ആൻഡ് ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് വൈറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ രണ്ടിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്. ഓക്കെ, അതിപ്പോൾ 2 ബൈക്കിലും അത്യാവശ്യം നല്ല സ്റ്റോപ്പിംഗ് പവർ കാണാനായിട്ട് സാധിക്കുമെങ്കിലും ഇത് കുറച്ചുകൂടി ഒരു ഷാർപ്പായിട്ടുള്ള ബൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബ്രേക്കിംഗ്, ഒരു ടിപ്പിക്കൽ KTM ബ്രേക്കിംഗ് ആണ് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ MT-15 എന്ന് പറയുന്നത് ബൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബൈറ്റ് ഉണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ഷാർപ്പായിട്ട് പെട്ടെന്ന് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബൈറ്റില്ല. കുറച്ചുകൂടിയൊക്കെ ഒരു ബിഗ്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് ആയിട്ടാണ് MT-15 എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ റിഫൈൻമെൻറ്റ്, 2 വണ്ടികളും ഒരുപാട് വൈബ്രേഷൻസ് ഒന്നും തരുന്ന വണ്ടികളല്ലോ. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിഫൈൻഡ് ആണ്. പക്ഷേ റെഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് 2 വണ്ടികളും ചെറിയ ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള റിഫൈൻമെൻറ്റ് ഇഷ്യൂസ് ഒക്കെ കാണിക്കും. അതായത് ഏത് വണ്ടിയാലും റെഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് എന്താ പറയുക വൈബ്രേഷൻസ് ഒക്കെ തരും. സോ ദാറ്റ്സ് ഇറ്റ്. അതല്ലാതെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഡിസ്റ്റർബിങ് ഓർ അനോയിങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ഒന്നും ഈ 2 വണ്ടികളും നമുക്ക് തരാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ ഹീറ്റിങ്ങിൻ്റെ കേസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനകത്ത് ക്ലിയർ കട്ട് വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ MT-15 ആണ്. MT-15 ഫാൻ ഒന്ന് ഓൺ ആയി കാണണമെങ്കിൽ തന്നെ നിങ്ങളൊരു 1.5 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ നിൽക്കേണ്ടി വരും തോന്നുന്നു. അത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ മാത്രമേ അത് അങ്ങോട്ടേക്ക് ഹീറ്റ് ആവത്തുള്ളൂ. ആ ഹീറ്റ് നമ്മൾ ഫീൽ ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇതും ഒരുപാട് ഹീറ്റൊന്നും തരുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ അല്ല. ആക്ച്വലി ഇത് ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഇതിൻ്റെ ഫാൻ ഓൺ ആവുന്ന സൗണ്ട് കേൾക്കും. ഓക്കെ, ഇതിൻ്റെ സൗണ്ട് അത്യാവശ്യം ലൗഡായത് കാരണം വണ്ടി ഹീറ്റായി എന്നുള്ളൊരു ഫീല് നമ്മുടെ മനസ്സിൽ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഹീറ്റ് നമ്മളെ ഒരു രീതിയിലും ബാധിക്കാനായിട്ട് പോകുന്നില്ല. നമ്മളൊരു 2nd 3rd ഗിയറിലൊക്കെ സ്ലോ സ്പീഡ്സ് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഫാനൊക്കെ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഓൺ ആവുന്നുണ്ട്. പക്ഷേ യാതൊരു രീതിയിലും ആ ഒരു ഹീറ്റ് നമ്മളെ ബാധിക്കുന്നില്ല. സോ ഹീറ്റ് ആവുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫാൻ പെട്ടെന്ന് ഓൺ ആവുന്നുണ്ടെന്ന് പറയാം. ഇനിയിപ്പോൾ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് നമുക്ക് നൈസായിട്ട് ഒന്ന് സംസാരിക്കാം. ഇതൊരു മോഡറേറ്റ്ലി സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പ് ആണ്. അത്യാവശ്യം ചെറിയ
അൺഇവൻ റോഡ്സിൻ്റെ ആ ഒരു ഗട്ടേഴ്സൊക്കെ ഇത് അങ്ങോട്ടേക്ക് ഏറ്റെടുക്കുന്നുണ്ട്. കയ്യിലേക്ക് ഒരുപാട് അടിയൊന്നും വരുന്നില്ല. MT-15 കാര്യത്തിൽ ഇപ്പോൾ വേർഷൻ 2 വന്ന സമയത്ത് ഒരു അൺഇവൻ റോഡിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഗട്ടേഴ്സിൻ്റെ ആ ഒരു അടി പോലും നമുക്ക് കയ്യിലേക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് അതായത് MT-15 ആണ് കുറച്ചുകൂടി ഒരു ഹാർഡ് സസ്പെൻഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഹൈ സ്പീഡ്സിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഞാൻ ഏതായാലും എൻ്റെ കംപ്ലീറ്റ് റിവ്യൂവിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഞാൻ ഏതായാലും ഐകാർഡിലും അതുപോലെ ആൻഡ് സ്ക്രീനിലൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് ആൻഡ് മൈലേജ്, ഫ്യൂൽ റേഞ്ച് ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു 13.7 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ്. ഇതിൻ്റെ ഒരു ആവറേജ് മൈലേജ് എന്നൊക്കെ പറയുന്നത് ഒരു 32 ആ ഒരു റേഞ്ചിലൊക്കെ സംസാരിക്കാം. MT-15 മൈലേജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 10 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 50+ ആണ് മൈലേജ്. അതിപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ ഓടിച്ചാലും 50+ ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. സോ ആ കാര്യത്തിൽ ക്ലിയർ കട്ട് വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ MT-15 തന്നെയാണ്. ടാങ്ക് റേഞ്ച് ഒക്കെ പറയുവാണെങ്കിൽ അതിനകത്ത് എങ്ങനെ പോയാലും ഒരു 450+ ഒക്കെയാണ് ടാങ്ക് റേഞ്ച് കിട്ടാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് നമുക്ക് എന്താ പറയുക ഒരു 320 km+ ഒക്കെ ഇതിനകത്ത് നമുക്കൊരു ടാങ്ക് റേഞ്ച് കാണാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. രണ്ടും അത്യാവശ്യം നല്ല ടാങ്ക് റേഞ്ച് ഉണ്ട്. നിങ്ങൾ ടൂർ ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്യൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കേണ്ടി വരുന്ന ഇഷ്യൂസ് ഒന്നും രണ്ട് ബൈക്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും ഇതിൻ്റെ ആ ഒരു സർവീസ് ഡീറ്റെയിൽസ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. രണ്ട് വണ്ടികളും ഫസ്റ്റ് സർവീസിന് പോകുന്നത് ഒരു 1000 കിലോമീറ്റേഴ്സിൽ തന്നെയാണ്. ആൻഡ് നമ്മുടെ MT-15 ഒരു 1000 റേഞ്ച്, അതായത് ഒരു 1000 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് കോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ ഒരു ബൈക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു 2500 ആ ഒരു റേഞ്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. MT-15 എന്ന് പറയുന്നത് ഒരു 5000 കിലോമീറ്റേഴ്സിലാണ് ഇതിൻ്റെ നോർമൽ സർവീസ് വരാറുള്ളത്. അതിപ്പോൾ എങ്ങനെ പോയാലും ബിലോ 2000 റുപ്പീസ് ആ ഒരു റേഞ്ച് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഡ്യൂക്കിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ഇത് 7500 കിലോമീറ്റേഴ്സിൻ്റെ ഗ്യാപ്പിലാണ് സർവീസ് ചെയ്യാറുള്ളത്. ആൻഡ് ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2500 to 3000 റുപ്പീസ് ആ ഒരു റേഞ്ചിലേക്ക് ആയിരിക്കും ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരാനായിട്ട് പോകുന്നത്. ഒരുപാട് വേറെ ടയർ സംഭവിക്കുക, പെട്ടെന്ന് പാർട്സ് റീപ്ലേസ് ചെയ്യുക, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഈ രണ്ട് ബൈക്കിലും നമുക്ക് വരാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ ടയർസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. രണ്ടിലും MRF ടയർസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കോർണർ ഡിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വെട്ടായിട്ടുള്ള റോഡിലൊക്കെ പെർഫോമൻസ് എടുത്തിട്ട് ഡ്രൈവ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ നിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ രണ്ടിനകത്തും MRF ആണ്. ഒരിക്കലും വെൽ ഗ്രിപ്പ് ഒന്നും ഒരുപാട് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടയറല്ല. സോ ഞാനൊരു അപ്ഗ്രേഡ് എന്തായാലും പറയും. അതിപ്പോൾ ഒരു മെഷ്ലിൻ റോഡ് 5 അല്ലെങ്കിൽ നമ്മുടെ അപ്പോളോ ആൽഫ ആ ഒരു ടയറോ അങ്ങനെ ഏതെങ്കിലും ഒരു ടയറിലൊക്കെ പോകുന്നത് ബെറ്റർ ആയിരിക്കും. മിറേഴ്സിൻ്റെ കേസൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഡ്യൂക്ക് 250യുടെ മിററാണ് കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. MT-15ൻ്റെ മിറർ ആയാലും വൈബ്രേഷൻസ് ഒന്നും ക്യാരി ചെയ്യുന്നില്ലെങ്കിലും ഒരുപാട് വിസിബിൾ അല്ല. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗവും പിന്നെ എവിടെയൊക്കെയോ വൈഡായിട്ട് ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഹൈവേസിലൊക്കെയാണ്, പക്ഷേ സിറ്റീസിലൊക്കെ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് വൈബ്രേഷൻസ് ഒന്നും ക്യാരി ചെയ്യുന്നില്ല. ആൻഡ് ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ കാണുന്ന ഡ്യൂക്ക് 250യുടെ മിറർ തന്നെയാണ്. ഇതിപ്പോൾ മീറ്റർ കൺസോളൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മീറ്റർ കൺസോളാണ് രണ്ട് വണ്ടിയിലും കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മുടെ MT-15ൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് നോക്കുവാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. കുറച്ചുകൂടി വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. ആൻഡ് നമ്മുടെ MTയുടെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിനകത്ത് മറ്റൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വൈ കണക്ട് ആപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ആൻഡ് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതിനകത്തൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നും ഇല്ല, പക്ഷേ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മീറ്റർ കൺസോളാണ് രണ്ടിലും പ്രൊവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഏതായാലും നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നാട്ടിൽ മാത്രം ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് ടൂറിങ് പരിപാടി ഒന്നുമില്ല, ഹൈവേസിലൊന്നും ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് സിറ്റീസിലൊക്കെ അത്യാവശ്യം പഞ്ച് കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് MT-15 ആണ് ബെറ്റർ. ഇനിയിപ്പോൾ നിങ്ങളൊരു 125cc കമ്പ്യൂട്ടർ എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് MT-15ലേക്ക് പോകാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പവർ ബമ്പൊക്കെ വേണം, കുറച്ചുകൂടി ഒരു ബിഗ് ബൈക്കിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡ്യൂക്ക് 250 നോക്കാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഒരു പവർ ഫ്രീക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുക. അതായത് ഒരു ടിപ്പിക്കൽ KTM ആ ഒരു ലോ എൻഡിൽ തന്നെ നല്ല പഞ്ചൊക്കെ കിട്ടുന്ന ഒരു ബൈക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് 390 ആണ്, ഒരിക്കലും 250 അല്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരു ടൂറിങ് ക്യാരക്ടറാണ് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഹൈവേസിൽ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈ എൻഡിൽ നമുക്ക് പൊളിച്ച് നടക്കാനും സാധിക്കും. സോ അതാണ് ഇവൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിലുള്ള ആൾക്കാർ ഈ ഒരു ബൈക്കിലേക്ക് വരാം. ഇനിയിപ്പം മറ്റെന്തെങ്കിലും ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്നൊക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ Instagram ID ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ വന്ന് എന്നോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഏതായാലും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇനിയിപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.